ഇഷ്ടം മാത്രത്തിൻ്റെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇഞ്ചക്ഷൻ എടുത്തില്ലേ എന്ന് ചിപ്പി ചോദിക്കുമ്പോൾ കഴിഞ്ഞല്ലോ എന്ന് ഇഷിത പറയുന്നതും ആഹാ ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന് പറയുന്നുണ്ട് ചിപ്പി. അല്ല അമ്മേ എപ്പോഴാണ് ഡാഡി വരിക എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ചിപ്പി. ഡാഡി വരുമോളെ, ഡാഡി ഒരു മീറ്റിങ്ങിന് പോയിരിക്കുകയാണ് എന്ന് ഇഷിത പറയുന്നതും എനിക്കെന്താ ഡാഡിയെ കാണാൻ തോന്നുന്നു, വല്ലാത്തൊരിഷ്ടം ഡാഡിയുടെ അടുത്ത്. മുൻപത്തെ പോലെ തന്നെ എനിക്ക് ഡാഡിയെ ഒത്തിരി ഇഷ്ടമാണ്. ഡാഡിക്കും അങ്ങനെ തന്നെയാണ് മോളെ, ഒത്തിരി ഇഷ്ടമാണ്. ആക്സിഡൻറ്റ് പറ്റിയ സമയത്ത് ഡാഡിയാണ് എനിക്ക് ബ്ലഡ് തന്നതെന്നല്ലേ ഡാഡിക്ക് എന്നെ എന്തുമാത്രം ഇഷ്ടമല്ലേ. പിന്നെ മോളെന്ന് വെച്ചാൽ ഡാഡിക്ക് ജീവനാണ്. മോൾക്കും അങ്ങനെ തന്നെ ആവണം കേട്ടോ എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇഷിത. എനിക്ക് ഡാഡിയെ ഒത്തിരി ഇഷ്ടമാണ്. ഡാഡി വന്നിട്ട് നമുക്ക് പിക്നിക്കിനൊക്കെ പോകണം കേട്ടോ. അമ്മ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഡാഡി വന്നിട്ട് നമുക്ക് പിക്നിക്കിന് പോകണം എന്നൊക്കെ ചിപ്പി വീണ്ടും പറയുന്നതും പോകാലോ, നമ്മളന്ന് പോയില്ലേ ആ പാർക്കിലൊക്കെ പോകണം. അവിടെ വെച്ചല്ലേ അമ്മ ആദ്യമായിട്ട് ഡാഡിയുടെ വൈഫായിട്ട് അഭിനയിച്ചത്. ഇപ്പോൾ ഇതാ ഒറിജിനൽ വൈഫായിരിക്കുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും ആ പാർക്കിൽ പോകണം കേട്ടോ എന്ന് ചിപ്പി വീണ്ടും പറയുന്നതും പോകാമെന്ന് ഉറപ്പ് കൊടുക്കുന്നുണ്ട് ഇഷിത. പിന്നീട് മഹേഷ് എഴുതിയ ലെറ്ററിനെ കുറിച്ച് ഇഷിത ആലോചിക്കുകയാണ് കേട്ടോ. അർഹതയില്ലാത്ത ജീവിതം എന്തിനിങ്ങനെ ജീവിക്കുന്നു എന്നൊക്കെ എഴുതി വെച്ചില്ലേ, അതൊക്കെ ആലോചിച്ച് ഇഷിത കരയാണ്. രാവിലെ തന്നെ ഇഷിത ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് കേട്ടോ. അങ്ങനെ പേഷ്യൻസിനെയൊക്കെ നോക്കുകയാണ്. ഇതേ സമയം ലാൻഡ് ഫോണിലേക്ക് സ്റ്റീഫൻ ഡോക്ടറാണ് ഇഷിതയെ വിളിക്കുന്നത്. DNA ടെസ്റ്റിൻ്റെ റിസൾട്ട് വന്ന കാര്യം അയാൾ ഇഷിതയോട് പറയുന്നുണ്ട് കേട്ടോ. ഇതേ സമയം ഇഷിതയാണെങ്കിൽ ടെൻഷൻ അടിച്ച് റൂമിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. സ്റ്റീഫൻ ഡോക്ടർ വരികയാണ്. ഇതേ സമയം എന്തായി ഡോക്ടർ, റിസൾട്ട് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന ടെൻഷനോടുകൂടി ഇഷിത ചോദിക്കുമ്പോൾ ഞാൻ നോക്കിയില്ല ഡോക്ടർ, എനിക്കതിന് ധൈര്യമില്ല, ഡോക്ടർ തന്നെ നോക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ റിപ്പോർട്ട് ഇഷിത കൊടുക്കുകയാണ്. സ്റ്റീഫൻ ഡോക്ടർ ഇഷിതയെ നോക്കി പുറത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. ഇഷിതയ്ക്കാണെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയില്ല, അവിടെ ഇരുന്ന് പോവുകയാണ് കേട്ടോ. ഇതേ സമയത്ത് മാഷ് ഇഷിതയുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് റിസൾട്ട് വന്നോ എന്ന് ചോദിക്കുമ്പോൾ വന്നിട്ടില്ല അച്ഛ എന്ന് കള്ളം പറഞ്ഞ് ഇഷിത ഫോൺ വയ്ക്കുകയാണ്. അതിനുശേഷം റിസൾട്ട് വായിച്ച് നോക്കാൻ തുടങ്ങുമ്പോഴേക്കും വീണ്ടും ഒരു ഫോൺ കോൾ വരുന്നുണ്ട് കേട്ടോ. അൺനോൺ നമ്പറിൽ നിന്നാണ് കോള് വരുന്നത്. ഡോക്ടർ ഇഷിതയല്ലേ, ഞാനാണ് വിനോദ് മാലിയേക്കൽ എന്ന് അൺനോൺ നമ്പറിൽ നിന്ന് പറയുന്നുണ്ട്. മഹേഷിൻ്റെ വിവരം അറിഞ്ഞോ വിനോദേന്ന് ഇഷിത ചോദിക്കുമ്പോൾ അറിഞ്ഞു ഡോക്ടർക്ക്. ഒരു തിരുവനന്തപുരം എന്നൊരു അമ്പലം അറിയാമോ? അവിടെ ഒരു രവീന്ദ്ര ചൈതന്യ എന്നൊരു സ്വാമിയുണ്ട്. ആ സ്വാമിയെ കാണാൻ വേണ്ടിയിട്ടാണ് ചേട്ടൻ പോയിരിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ വിനോദ്. ഇഷയ്ക്ക് അത് കേട്ട് ഒരുപാട് സമാധാനമാവുന്നുണ്ട്. സന്തോഷം കൊണ്ട് ഇഷിതയുടെ കണ്ണൊക്കെ നിറഞ്ഞു പോവാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ആ അമ്പലമാണ്. ആ അമ്പലത്തിൽ ഒരു സ്വാമി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കൂടെ നമ്മുടെ മഹേഷും ഉണ്ട്. ഈ സമയത്ത് കുടുംബത്തെക്കുറിച്ചൊക്കെ സ്വാമി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സ്വാമി മഹേഷിനോടാണെങ്കിൽ ഓരോരോ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സന്യാസത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. എനിക്കൊരു മനസ്സമാധാനവും ഇല്ല സ്വാമി എന്ന് മഹേഷ് പറയുമ്പോൾ മനസ്സമാധാനം ഇല്ലാത്ത മനസ്സും പേറി നടന്നാൽ മനസ്സമാധാനം കിട്ടില്ല മഹേഷ് എന്ന് സ്വാമി പറയുന്നുണ്ട്. അങ്ങനെ മഹേഷ് സ്വാമി പറയുന്ന ഓരോരോ കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇഷിതയ്ക്കാണെങ്കിൽ ആ സമയം ആ ക്ഷേത്രത്തിൽ എത്തുന്നുണ്ട്. ഇഷിത ഒരാളോട് സ്വാമിയെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ സ്വാമിക്ക് ഇന്ന അമ്പലങ്ങൾ അങ്ങനെയൊന്നുമില്ല, 2 ദിവസമായിട്ട് ഇവിടെ ഉണ്ട്, സ്വാമി ഇവിടെ എവിടെയെങ്കിലും ഈ പരിസരത്തായി കാണുന്നത് എന്നൊക്കെ അദ്ദേഹം ഇഷിതയോടായിട്ട് പറയുന്നുണ്ട്. മഹേഷിന് സ്വാമി DNA ടെസ്റ്റ് നടത്തിക്കൂടെ, ഭാര്യ ഡോക്ടറാണെന്നല്ലേ പറഞ്ഞേ, ഭാര്യയുടെ അടുത്ത് പറഞ്ഞാൽ പോരെ എന്നൊക്കെ ചോദിക്കുമ്പോൾ നടത്തിക്കഴിഞ്ഞാൽ അവൾ എൻ്റെ മോളല്ലെന്നങ്ങാനും തെളിഞ്ഞാലോ സ്വാമി, അത് നേരിടാൻ എനിക്ക് കഴിയില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ മഹേഷ്. അത് ശരി, നാളെ എന്ത് സംഭവിക്കും എന്ന് ഓർത്ത് ഇന്ന് തന്നെ ഇല്ലാതാകുക, അതൊരു നല്ല പരിഹാരമാണോ എന്ന് മഹേഷിന് തോന്നുന്നുണ്ടോ? അഥവാ മോളല്ലാന്നിരിക്കട്ടെ, ആത്മഹത്യ ചെയ്താൽ അതിനൊരു പരിഹാരമാകുമോ? മോളല്ലെങ്കിൽ അയാളെ തല്ലിക്കഴിഞ്ഞാൽ അതിനൊരു പരിഹാരമാകുമോ? അങ്ങനെയൊന്നുമല്ല മഹേഷ് വേണ്ടെന്നൊക്കെ പറഞ്ഞ് സ്വാമി ഓരോരോ കാര്യങ്ങൾ മഹേഷിന് ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട്. ഇഷിതയാണെങ്കിൽ സ്വാമിയെ അന്വേഷിച്ച് നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ആൾ ഇഷിതയുടെ അടുത്ത് വന്നിട്ട് സ്വാമിയെ കണ്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല കണ്ടില്ല, എന്നാൽ പൊയ്ക്കോണമായിരിക്കും എന്ന് പറഞ്ഞ് അയാൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇഷിതയ്ക്കാണെങ്കിൽ അത് കേട്ട് വിഷമാവുന്നുണ്ട് കേട്ടോ. ഇഷിതയാണെങ്കിൽ വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ആ സ്വാമിയെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇഷിത അങ്ങനെ ഇങ്ങനെ നോക്കുന്നതിനിടയിൽ പെട്ടെന്ന് അവരെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദൂരെ നിന്നാണ് കാണുന്നത്. ഇഷിത അവിടെ നിന്ന് ഓടിച്ചാടി ഇറങ്ങുകയാണ് കേട്ടോ. ഒരു പുഴയുടെ വക്കത്താണ് സ്വാമിയും മഹേഷും കൂടി ഇരിക്കുന്നത്. മഹേഷ് എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് ഇഷിത ഓടി ചെല്ലാണ് മഹേഷിൻ്റെ അടുത്തേക്ക്. മഹേഷ് ആണെങ്കിൽ ഞെട്ടി തിരിഞ്ഞു നോക്കുമ്പോൾ ഇഷിതയെ കണ്ട് മഹേഷിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. തുടർന്ന് മഹേഷിൻ്റെ അടുത്ത് വന്നിട്ട് നമുക്ക് പോകാം എന്നൊക്കെ ഇഷിത പറയുമ്പോൾ ഞാൻ വന്നോളാം, താൻ പോയിക്കോളൂ എന്ന് പറയുന്നുണ്ട് മഹേഷ്. വരുന്നെങ്കിൽ എൻ്റെ കൂടെ വരണം, അല്ലെങ്കിൽ ഞാൻ എല്ലാവരോടും പറഞ്ഞോളാം അന്വേഷിച്ചിട്ട് കണ്ടുപിടിച്ചില്ല എന്ന്. ചിപ്പി അന്വേഷിക്കുമ്പോഴും ഞാൻ പറഞ്ഞോളാം, ഡാഡി ചത്തുപോയിന്ന് എന്താ മതിയോ എന്നൊക്കെ ഇഷിത പറയുമ്പോൾ നിങ്ങളുടെ വൈഫിൻ്റെ കൂടെ നിങ്ങൾ തിരിച്ചു പോകണമെന്ന് സ്വാമി പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർ അമ്പലത്തിൽ നിന്ന് മടങ്ങി നേരെ കാറിൽ കയറുകയാണ്. എങ്ങോട്ടാണ് പോകുന്നതെന്ന് മഹേഷ് ചോദിക്കുമ്പോൾ സൂയിസൈഡ് പോയിന്റിലേക്ക്. ഒറ്റയ്ക്ക് അങ്ങനെ മരിക്കേണ്ട, ഞാനും വരാം,
പിന്നെ ചിപ്പീനെയും വിളിക്കും, നമുക്ക് 3 പേർക്കും അങ്ങ് ഇല്ലാതാകാം. ഒരു ലെറ്റർ എഴുതി വെച്ച് പോയിരിക്കുന്നു, മറ്റുള്ളവരുടെ സാഹചര്യമൊന്നും മനസ്സിലാക്കണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇഷിത. അതെനിക്ക് പെട്ടെന്ന് വിഷമം കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലല്ലോ. ചിപ്പി സ്വന്തം മകളല്ല എന്ന് കേട്ടപ്പോൾ പേടിച്ചു പോയില്ലേ? മരിക്കാൻ വേണ്ടി തീരുമാനിച്ചു. എന്തൊക്കെയാണ് പറഞ്ഞിരുന്നത്? ചിപ്പിയാണ് ഉയര്, ചിപ്പിക്ക് വേണ്ടി ജീവിക്കുന്നു, കല്യാണം കഴിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇഷിത ഓരോന്ന് പറഞ്ഞ് മഹേഷിനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. സ്വന്തം മകളല്ലെങ്കിൽ സ്നേഹിക്കാൻ വേണ്ടി പറ്റില്ലേ? ഇപ്പം തന്നെ ചിപ്പി എൻ്റെ സ്വന്തം മകളാണോ? എൻ്റെ ബ്ലഡാണോ അവള്? എന്നിട്ട് എനിക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ലേ? ഒരു കാര്യം ചെയ്യാം, സൂയിസൈഡ് പോയിന്റിലേക്ക് പോകാമെന്ന് പറഞ്ഞ് ഇഷിത മഹേഷിനെ അങ്ങോട്ടേക്കാണ് കേട്ടോ കൊണ്ടുപോകുന്നത്. ഇഷിത ഓടി ഓടി ആ മലയുടെ മുകളിലേക്ക് എത്താണ്. മഹേഷും കൂടെയുണ്ട്. ഇതേ സമയം ഇഷിത പറയുന്നുണ്ട്, ഇപ്പോൾ അച്ഛൻ ചിപ്പിയെയും കൊണ്ടുവരും, ഒറ്റയ്ക്ക് മരിക്കണ്ട, ഞങ്ങളും കൂടി വരാമെന്ന്. എന്നിട്ട് ആ റിപ്പോർട്ട് ഇഷിത മഹേഷിന് കൊടുക്കുകയാണ് കേട്ടോ. ഇതെന്താണെന്നറിയോ? ഇതാണ് DNA ടെസ്റ്റിൻ്റെ റിസൾട്ട്. വൈദ്യശാസ്ത്രം തെളിയിച്ചു കഴിഞ്ഞു ചിപ്പി മഹേഷിൻ്റെ മകളാണോ അല്ലയോ എന്നുള്ള സത്യം. ഇത് വായിച്ചു നോക്കിയിട്ട് പോരെ മരിക്കണോ വേണ്ടയോ എന്നുള്ള തീരുമാനം എടുക്കാൻ. എനിക്ക് വായിക്കാനുള്ള ധൈര്യമില്ല. ഇഷിത വായിച്ചോ എന്ന് പറയുന്നതും അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, വായിച്ചു നോക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇഷിത അത് മഹേഷിനെ തന്നെ ഏൽപ്പിക്കുകയാണ് കേട്ടോ. അങ്ങനെ റിസൾട്ട് മഹേഷ് വായിച്ചു നോക്കുകയാണ്. റിസൾട്ട് വായിച്ചതും മഹേഷ് പൊട്ടിച്ചിരിക്കുകയാണ് കേട്ടോ. തുടർന്ന് അതേ സത്യമാണ്, മഹേഷിൻ്റെ മകള് തന്നെയാണ് ചിപ്പി. തങ്കക്കുടം പോലെയുള്ള ഒരു മകളെയാണ് മഹേഷിന് കിട്ടിയിരിക്കുന്നത്. പിന്നെ ആകാശിനെ പോലെ ഒരു ഫ്രോഡ് പറഞ്ഞപ്പോഴേക്കും അങ്ങ് വിശ്വസിച്ചു അല്ലേ? അവർ എന്നെയും വന്ന് കണ്ടിരുന്നു. ഇതേ വർത്തമാനം പറഞ്ഞുകൊണ്ട് അവരെ ഞാൻ ആട്ടിപ്പങ്ങ് പായിച്ചു. ഞാൻ പറഞ്ഞ മറുപടിയിൽ അവർ തൃപ്തരായി. ഇതാണ് റിസൾട്ട്. ഇതിനെ പേടിച്ചാണ് മഹേഷ് മരിക്കാൻ നിന്നത്. മോളെ കാണണമെന്ന് തോന്നുന്നുണ്ട് ഇപ്പോൾ എന്ന് ഇഷിത ചോദിക്കുന്നത്. കാണണമെന്ന് മഹേഷ് പറയുന്നുണ്ട്. ഇതേ സമയം ഇഷിത കാറിലേക്ക് കൈ കാണിക്കുമ്പോൾ മാഷ് ചിപ്പിയെയും കൊണ്ട് ഇറങ്ങുന്നുണ്ട് കേട്ടോ. ഡാഡി എന്ന് വിളിച്ച് ചിപ്പി മഹേഷിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ മഹേഷിൻ്റെ കണ്ണ് നിറഞ്ഞു പോവാണ്. മോളേന്ന്, അച്ഛൻ്റെ പൊന്നു മോളേന്ന് പറഞ്ഞ് ചിപ്പിയെ എടുക്കുകയാണ് കേട്ടോ മഹേഷ്. ചിപ്പിയെ എടുത്ത് കവളിൽ ഉമ്മയും കൊടുക്കുന്നുണ്ട്. ചിപ്പിയാണെങ്കിൽ മഹേഷിനെ കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ ഇതേ സമയം. അങ്ങനെ ഈ സുന്ദരമായ നിമിഷം കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. തുടർന്ന് നാളത്തെ പ്രമോയിൽ കാണിച്ചിരിക്കുന്നത് നമ്മുടെ ഇഷ ഫ്ലാറ്റിലെത്തിയതിന് ശേഷം ചിപ്പിയോട് നിറം മാറുന്ന ഒരു ജീവി ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അതിനുശേഷം പ്രിയാമണിയെ പോയി ഇഷിത കെട്ടിപ്പിടിക്കുന്നുണ്ട്. എനിക്ക് ആരെയും നഷ്ടപ്പെട്ടിട്ടില്ല അമ്മേ, എൻ്റെ കൂടെ എല്ലാവരും ഉണ്ടെന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ. പ്രിയാമണിക്കും ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് രാമനാഥനെയാണ്. മഹേഷിനൊരു കുടുംബമുണ്ട്. അവരുടെ കുടുംബം കലക്കാൻ നോക്കരുതെന്ന് പറഞ്ഞ് സ്വപ്നത്തിനെ മഞ്ജുമയെയും ഭീഷണിപ്പെടുത്തി നിൽക്കുകയാണ് കേട്ടോ രാമനാഥൻ. പിന്നീട് TV ഇൻ്റർവ്യൂവിന് വേണ്ടി ആകാശും രചനയും തയ്യാറായി നിൽക്കുകയാണ്. അവരെ പൊളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മഹേഷ് കയറി വരുന്ന ഭാഗത്തോടെയാണ് കേട്ടോ പ്രമോ തീരുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്